അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ പരസ്പരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്നും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നുവെന്നും അവൻ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥമെന്താണ്? അവർ തുടർന്നു, അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ പറയുന്നത് എന്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ഇക്കാര്യം അവർ തന്നോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സ്വർഗീയ സന്തോഷത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ഈ വിശുദ്ധ ദിനങ്ങളിലെല്ലാം ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകതയും പിതാവിൻ്റെ സന്നിധിയിലേക്ക് അവിടുന്ന് പോകുന്നത് എന്തിന് എന്നും നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. ഇന്നേ ദിവസം പ്രത്യേകമായ വിധം യേശു ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു. യേശു പറയുന്നു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ മരണവും ഉത്ഥാനവുമായി ബന്ധപ്പെട്ടാണ് യേശു സംസാരിക്കുക. ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രതി അവർ ദുഃഖിതരാകും, എന്നാൽ ആ ദുഃഖത്തിന് അധിക ബലമുണ്ടാവുകയില്ല. 3 ദിവസം കഴിയുമ്പോൾ അവിടുന്ന് ഉദ്ധിതനാവുകയും അവർ സന്തോഷഭരിതരായി രൂപാന്തരപ്പെടുകയും ചെയ്യും. ക്രിസ്തുവിൻ്റെ ജീവിതവും മരണവും ഉത്ഥാനവും ക്രിസ്തു നേരത്തെ പ്രവചിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ എല്ലാ പ്രവൃത്തികളും ലോകത്തിന് രക്ഷയും കൃപയും നൽകുവാൻ വേണ്ടിയുള്ളതാണ്. ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ യഹൂദ പ്രമാണികൾക്ക് തെറ്റുപറ്റി. അവൻ ഉദ്ധിതനാവുകയും കൂടുതൽ ശക്തിയോടെ തൻ്റെ ദൗത്യം തുടരുകയും ചെയ്തു. സൂര്യൻ്റെ വെട്ടത്തെ കാർമേഘത്തിന് അധിക നേരം മറച്ചു പിടിക്കാനാകില്ല. അല്പസമയം കഴിയുമ്പോൾ അത് കൂടുതൽ ശോഭയോടെ തെളിയുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യും. ഒരു കാർമേഘത്തിനും പകലിനെ അന്ധകാരപൂർണമാക്കാനാകില്ല. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ക്രിസ്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ലോകത്ത് സംഭവിച്ചതും. അല്പസമയത്തേക്ക് മാത്രം ഭൂമി അന്ധകാരപൂർണമായി. ചന്ദ്രൻ ശോഭ നൽകിയില്ല, സൂര്യൻ ഇരുണ്ടുപോയി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ കൂടുതൽ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഉത്ഥാനത്തിൻ്റെ മഹത്വം വിളംബരം ചെയ്യപ്പെട്ടു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ആത്മീയ കൃപയുടെ അടയാളം കൂടിയാണ് ക്രിസ്തുവിൻ്റെ ഈ പ്രഖ്യാപനം. പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശനാക്കുന്നില്ല. നാം നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയുടെ ജീവിതയാത്ര തുടരുമ്പോൾ നാം തകർന്നു പോകരുത്, തളർന്നു പോകരുത്. വിശ്വാസത്തിൽ നമ്മൾ കുറവ് സംഭവിക്കാത്ത വിധം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ആഴമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ടും അവൻ്റെ വചനത്തിൽ കൂടുതൽ ബലത്തോടെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടും നാം നിലകൊള്ളുക തന്നെ വേണം. കാരണം ക്രിസ്തു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ക്രിസ്തുവിനെ പ്രതി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വേദന നിറഞ്ഞ അനുഭവങ്ങളും തിരസ്കരണങ്ങളും പീഡനങ്ങളും ഒരു ദിനം സന്തോഷമായി മാറും. ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സത്യത്തിൽ ക്രിസ്തുവിന് വേണ്ടി ആരെല്ലാം സഹിച്ചുവോ, വേദനിക്കുകയോ നിന്ദനമോ അപമാനങ്ങളോ ഏറ്റെടുത്തുവോ അവരൊക്കെ ഇന്നും ചരിത്രത്തിൽ ജീവിക്കുന്നുണ്ട്. കാരണം അവരുടെ അല്പകാലത്തെ ദുഃഖം ഭൂമിക്ക് നിത്യമായ ആനന്ദം നൽകുവാൻ കാരണമായി. നാം ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്നുവെങ്കിൽ, ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഓർക്കുക, നമ്മുടെ ദുഃഖവും വേദനയും നൊമ്പരങ്ങളുമെല്ലാം ആനന്ദഗീതമായി മാറും. ക്രിസ്തു അത് സന്തോഷഭരിതമാക്കി മാറ്റും. ഇന്ന് നാം കടന്നു പോകുന്ന
ജീവിത ദുരിതാനുഭവങ്ങളിൽ നാം എന്നും നിലനിൽക്കുകയില്ല. പ്രത്യാശയോടുകൂടെ ക്രിസ്തുവിൻ്റെ തിരുമുഖം നോക്കി നിത്യതയെ ലക്ഷ്യമാക്കി നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഭൂമിയിൽ ഏറ്റവും മഹത്വമുള്ള ഒരു ജനതയായി നാം രൂപാന്തരപ്പെടും. ആകയാൽ കൂടുതൽ സ്നേഹത്തോടെ അവൻ്റെ തിരുവിഷ്ടം നിറവേറ്റുവാൻ നമുക്കും പരിശ്രമിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.